പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങാ ചമ്മന്തി ഇഷ്ടമല്ലാത്ത ആരും കാണത്തില്ല. എല്ലാവർക്കും തേങ്ങാ ചമ്മന്തി ഇഷ്ടമാണ്. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഒരു തേങ്ങയുടെ പകുതി തേങ്ങ, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6-7 അല്ലെങ്കിൽ ഒരു 10 ചുവന്നുള്ളി, പിന്നെ കരിയാപ്പില. ഇത് നമുക്ക് ആദ്യം തേങ്ങ ചിരവി ഇഞ്ചി ചിരണ്ടി അതിനുശേഷം നമ്മുടെ ഈ കൊച്ചുള്ളിയും കൂടെ പൊളിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മൾ തേങ്ങ ചിരണ്ടി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങനെ നമ്മൾ തേങ്ങ ചിരണ്ടി ഉള്ളിയൊക്കെ പൊളിച്ച് വന്നിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി തേങ്ങ, കൊച്ചുള്ളി പൊളിച്ചത്, ഇഞ്ചി, പിന്നെ അതിനാവശ്യമായ മുളക് പൊടി, ഉപ്പ്, ഒരു ചെറിയൊരു കഷ്ണം, ഒരു ചെറിയൊരു സൈസ് പുളിയും കൂടെ വേണം. ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് അരച്ചിട്ട് കാണാം. മിക്സിയുടെ ജാറിൽ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്കിനി അരയ്ക്കാം. അത് നമ്മുടെ തേങ്ങ ചമ്മന്തി അരച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചമ്മന്തി ഇതാണ്ട് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു വറുത്ത മത്തി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടുകൾക്ക് നന്ദി.